നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ വേറെ ആർക്കും പങ്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതിൽ ദുരൂഹതകൾ ഏറെയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിസ്റ്റന്റ് ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണനാണ് മരിച്ചത്. വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം അഭിരാമത്തിൽ മുൻ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ ബാലകൃഷ്ണന്റെയും രമാദേവിയുടെയും ഏക മകളാണ് അഭിരാമി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായിരിക്കും. ഇതിനിടയിൽ കോളേജിൽ അഭിരാമിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സൂചനകൾ വരുന്നു. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് പുറത്തുവിട്ടപ്പോൾ മറ്റാർക്കും ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞെങ്കിലും അതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞു നിൽക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉള്ളൂർ PT ചാക്കോ നഗറിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അഭിരാമിയെ. മുറി തുറക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമിത അളവിൽ അനസ്തീഷ്യ മരുന്ന് കുത്തിവെച്ചു എന്നാണ് നിഗമനം. 6 മാസം മുൻപായിരുന്നു കൊല്ലം രാമംകുളങ്ങര സ്വദേശി ഡോക്ടർ പ്രതീഷുമായി അഭിരാമിയുടെ വിവാഹം നടന്നത്. പ്രതീഷ് മുംബൈ ESI ആശുപത്രിയിൽ ഡോക്ടറാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD പഠനം പൂർത്തിയാക്കിയ ശേഷം ബോണ്ട് നിബന്ധന പ്രകാരം ജോലി നോക്കുകയായിരുന്നു അഭിരാമി. കഴിഞ്ഞ ഡിസംബറിൽ PG വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തിരുന്നു. ഡോക്ടർ അഭിരാമിയുടെ മരണം കൂടിയായതോടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഞെട്ടലിലാണ്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിങ്കളാഴ്ച രാത്രിയും കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അഭിരാമി. ഇന്നലെ റൂമിൽ സഹായ താമസക്കാരി എത്തിയപ്പോഴായിരുന്നു മുറി അകത്തുനിന്നും പൂട്ടിയ നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. തട്ടിയിട്ടും വിളിച്ചിട്ടും മൊബൈൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് വീട്ടുടമസ്ഥരെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ചു കയറിയപ്പോഴായിരുന്നു അഭിരാമിയെ കട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണോ കോളേജിലെ പ്രശ്നങ്ങളാണോ ആത്മഹത്യക്ക് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകും. അഭിരാമി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും പിതാവ് ബാലകൃഷ്ണൻ പറഞ്ഞു. കൊല്ലത്ത് ഭർതൃഗൃഹത്തിൽ വൈകിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അഭിരാമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പോലീസ് നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളും മറ്റോ ആണോ ആത്മഹത്യക്ക് പ്രേരണയാകുന്നതെന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിലെ വ്യക്തമാക്കിയുള്ളൂ. അജ്ഞാത രാസപദാർത്ഥം അനസ്തേഷ്യ മരുന്ന് ആണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അനസ്തേഷ്യ മരുന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നതും അടക്കം ചർച്ചകളിൽ എത്തും. ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ പോലീസ് വലിയ വീഴ്ചകൾ തുടക്കത്തിൽ വരുത്തിയിരുന്നു. SFI കാരനായ പ്രതിയെ രക്ഷിക്കാനായിരുന്നു തെളിവുകൾ ആദ്യം ഒളിപ്പിച്ചതെന്ന വാദവും ഉയർന്നിരുന്നു. പിന്നീട് ഡോക്ടർ റിവേഴ്സ് അഴിക്കുള്ളിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ മെഡിക്കൽ കോളേജ് പോലീസ് എടുക്കുന്ന നടപടികൾ നിർണായകം തന്നെ. അക്കമിട്ട് നിരത്തി ഓരോ പെൺകുട്ടിയുടെ ജീവിതവും പൊലിയുമ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നോ ശിക്ഷിക്കേണ്ടതെന്നോ അറിയാൻ കഴിയില്ല. കാരണം പിടിക്കപ്പെടും തോറും ശിക്ഷകൾ വലിഞ്ഞു മുറുക്കുമ്പോഴും വർദ്ധിച്ചു വരുന്ന ക്രൂരകൃത്യങ്ങൾ അതെന്നും നാടിന്റെ ശാപം തന്നെയാണ്.